നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ബജറ്റിനെ ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. വൻ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ബജറ്റിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് കരുതിയ BJPക്ക് കടുത്ത നിരാശയാണ് ഫലം. കേരളത്തിനൊന്നും നൽകിയില്ലെന്ന LDFിൻ്റെയും UDFിൻ്റെയും രൂക്ഷ വിമർശനത്തിന് മറുപടി നൽകുകയെന്നത് BJPക്ക് എളുപ്പമല്ല. കേന്ദ്രം മുൻപും നൽകിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞും അതും നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുമുള്ള വിശദീകരണമാണ് ബജറ്റിനു പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. കേരളത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരായ ആയുധമായി ബജറ്റിനെ ഉപയോഗിക്കാനാണ് ഇരുമുന്നണികളുടെയും ശ്രമം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് പദ്ധതികളേറെ നൽകിയപ്പോൾ കേരളത്തെ തഴഞ്ഞെന്നാണ് ആരോപണം. കേരളത്തിൽ വികസനം ഉറപ്പാക്കണമെങ്കിൽ ഇവിടെയും BJP അധികാരത്തിലെത്തണമെന്നാണ് ഇതിനുള്ള BJPയുടെ മറുപടി. ബജറ്റിൽ എയിംസും വേഗറെയിൽ പാതയും സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്നു. യുവാക്കൾക്കുള്ള പദ്ധതികൾ, ധാതു ഇടനാഴി എന്നിവ കേരളത്തിന് ഗുണകരമാകുമെന്നാണ് BJPയുടെ വാദമെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അത് മതിയാവില്ലെന്ന് അവർക്കറിയാം. കടലാമ പരിപാലന കേന്ദ്രത്തെക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങൾക്ക് പോലും BJP മുതിർന്നില്ല. ഇതുമായി ബന്ധപ്പെടുത്തി ട്രോളുകൾ പ്രചരിക്കുന്നതും പാർട്ടിക്ക് ക്ഷീണമാണ്. തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനായി പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ മടങ്ങിയത് LDFും UDFും ആയുധമാക്കിയിരുന്നു. അതിൻ്റെ ക്ഷീണം ബജറ്റിൽ തീർക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP സംസ്ഥാന നേതൃത്വം. ശ്രീധരന്റെ മേൽനോട്ടത്തിലുള്ള വേഗറെയിൽ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര പ്രഖ്യാപനം ഉടനുണ്ടായാൽ ഇപ്പോഴുണ്ടായ തിരിച്ചടി മറികടക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പാർലമെന്റിൽ ബജറ്റ് ചർച്ചയ്ക്ക് വരും ദിവസങ്ങളിൽ ധനമന്ത്രി നൽകുന്ന മറുപടിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന ഉറപ്പാക്കണമെന്ന ആവശ്യം സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക്, സൈനിങ് ഓഫ്.